ഹലോ, നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി അറിവ് കിട്ടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള യൂസിനായാലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് എൻ്റെ ചാനലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. ചിലർ സ്നേഹത്തോടെ കമൻറ്റുകൾ ചിലപ്പോൾ ചേച്ചി ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഇത് വളരെ ഉപകാരമാണ്, ഞാനിത് ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടാറുണ്ട്. പിന്നെ ചിലർ പഠിക്കാൻ വരാറുണ്ട്, കോഴ്സ് ചെയ്യുന്നവരുണ്ട് എൻ്റെ അടുത്ത്. അതൊക്കെ അങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ്. കൂടുതൽ എക്സ്പെരിമെൻറ്റ്സ് നടത്താനും അല്ലെങ്കിൽ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യത്തിൻ്റെ അപ്ഡേറ്റ് തരാനും. അപ്പോൾ അതും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരത്തിലായിട്ട് വരും. ഇത് നമ്മുടെ ഗ്ലിസറൈറ്റ് ആണ്, 2 ദിവസമേ ആയിട്ടുള്ളൂ. ഗ്ലിസറിൻ എന്ന് പറയുന്നത് തിക്കായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഈ നമ്മൾ എന്താണ് ഇട്ട് വയ്ക്കുന്നത് അതിൻ്റെ എക്സ്ട്രാക്റ്റ് അതിലേക്ക് ഇറങ്ങുമ്പോൾ നല്ല ജ്യൂസ് ലിക്വിഡി ആയിട്ട് മാറും. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാനത് എക്സ്ട്രാക്റ്റ് ചെയ്ത് അതിൻ്റെ ഫിൽറ്റർ ചെയ്ത് എടുക്കുള്ളൂ. അതിനുശേഷം നമുക്ക് ജെൽ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് നമ്മുടെ ഹെർബൽ ടീ ആണ്, നമ്മുടെ ശംഖുപുഷ്പം വെച്ച് തന്നെ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ചെടുത്തിരിക്കുന്ന ടീ ആണ്. അപ്പോൾ ഈ ടീയും ജെല്ലും കൂടി ആവുമ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഗുണങ്ങൾ നമുക്ക് നമ്മുടെ ജെല്ലുണ്ടാക്കുന്നതിൽ കിട്ടും. കളറും കിട്ടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇനിയിപ്പോൾ ഉണ്ടാക്കി നോക്കണം, ഞാനിതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഗ്ലിസറൈറ്റ് നമ്മൾ എല്ലാ ദിവസവും ഇടയ്ക്കൊന്ന് അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കണം. തുറന്ന് ഇളക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഫുൾ ഇറങ്ങാൻ വേണ്ടിയാണത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.